ഹലോ, അപ്പോൾ നമ്മൾ AP ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എല്ലാവർക്കും കൗണ്ട് ചെയ്യാൻ അറിയാലോ. എന്നാൽ കൗണ്ട് ചെയ്തോ. 1 2 3 4 5 6 7 വരെ നമ്മൾ എഴുതി. ഇതിൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഓഡ് നമ്പേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 3 5 7 ആണ് ഓഡ് നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 4 6. നമുക്ക് 8 ഇടാണെങ്കിൽ ഒരു 8ഉം കൂടെ കൊടുക്കാം. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഓഡ് നമ്പേഴ്സ് എഴുതാനും ഇവൻ നമ്പേഴ്സ് എഴുതാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 3 - 1 ഒന്ന് ചെയ്ത് നോക്കി. അതുപോലെ 5 - 3 7 - 5 ഇതിൻ്റെയൊക്കെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 3 - 1 = 2, 5 - 3 = 2, 7 - 5 = 2. ഓക്കെ അല്ലേ? അതുപോലെ ഈവൻ നമ്പേഴ്സിൽ 4 - 2ൻ്റെ വാല്യൂ, 6 - 4ൻ്റെ വാല്യൂ, 8 - 6ൻ്റെ വാല്യൂ ഒക്കെ എത്രയാണ് കിട്ടുന്നത്? 4 - 2ൻ്റെ വാല്യൂ 2, 6 - 4ൻ്റെ വാല്യൂ 2, 8 - 6ൻ്റെ വാല്യൂ 2. ഇവിടെ നമുക്ക് ഡിഫറൻസസ് ഒക്കെ എന്താണ്? ഈക്വൽ ആയിട്ടല്ലേ കിട്ടിയ. ഓഡ് നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിലും ഈവൻ നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിലും ഡിഫറൻസസ് ഈക്വൽ ആണല്ലേ. ഇങ്ങനെ ഡിഫറൻസസ് ഈക്വൽ ആയതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുക. കോമൺ ഡിഫറൻസ് D എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ് സെറ്റായാലോ? ഒരു സീക്വൻസിൽ, ഇതിന് നമ്മൾ സീക്വൻസ്, ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ഈ സീക്വൻസിലൊക്കെ എന്താണ് കോമൺ ഡിഫറൻസ്? അത് തമ്മിലുള്ള അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്, ഈക്വൽ ആണ്. ഈ ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെ കോമൺ ഡിഫറൻസ്, ഇങ്ങനെ ഡിഫറൻസസ് ഈക്വലായി വരുന്ന ഈ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ബേസ്. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബേസ് എന്താണ്? സീക്വൻസുകൾക്കിടയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീക്വൻസിലെ നമ്പേഴ്സിനിടയിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ആ ഈക്വലായ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കിയേ. 2 - 1 3 - 2 4 - 3 ഒക്കെ ചെയ്താൽ ഡിഫറൻസ് 1 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഈ സീക്വൻസും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഡിഫറൻസസ് ആർ സെയിം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് ഒന്ന് മാറ്റി എഴുതാം. 2 4 6 8. ഇതിൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ഈ ടേമിനെ ഫസ്റ്റ് ടേം, നെക്സ്റ്റ് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എന്നിങ്ങനെയാണ് വിളിക്കുക. ഫസ്റ്റ് ടേമിനെ നമ്മൾ A എന്നും അല്ലെങ്കിൽ A1 എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. എല്ലാത്തിലും 2 ആണല്ലേ. അതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് D എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എത്ര ടേംസ് ഉണ്ട് ഇതിൽ? 1 2 3 4 ടേംസ് ഉണ്ട്. അതിന് നമ്മൾ N എന്ന്, സ്മോൾ ലെറ്റർ N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. N എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. അത്രയും സെറ്റല്ലേ? ഇത്ര മാത്രമേ ഓർക്കണ്ടുള്ളൂ. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. ഇത്രയും അറിഞ്ഞാൽ ബേസ് സെറ്റാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഈ രണ്ട് ഇക്വേഷനും കൂടി അറിയേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് ഓക്കെ ആവും. ഇനി നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസ് എടുത്താലും ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള 1 3 5 7, ഇതിൽ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം A വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓർ A1. 3 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം A2 A3 A4, അങ്ങനെ നമുക്ക് ടേംസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം ആണ് A അല്ലെങ്കിൽ A1 എന്ന് എടുക്കുന്നത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ട nth ടേമിനൊരു ഇക്വേഷൻ പഠിക്കണം. അതിന് നമ്മൾ AN എന്ന് പറയും. AN = A + N - 1 × D. ഇതിൽ A എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഫസ്റ്റ് ടേം ആണ്. N എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ്. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ AN = A + N - 1 × D. നമുക്കിവിടെ എക്സാമ്പിളിലോട്ട് പോകാം. നമ്മുടെ എടുത്ത എക്സാമ്പിൾ തന്നെ നമ്മൾ ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ 2 4 6 8. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം 2 ആണ്, കോമൺ ഡിഫറൻസ് Dയും 2 ആണ്. A4 എന്ന് വെച്ചാൽ ഫോർത്ത് ടേം, നാലാമത്തെ പദം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കണം? A + N - N എന്നുള്ളത് 4 - 1 × D വെച്ചിട്ട് ചെയ്യണം. ഇവിടെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 2 ആണ്. N എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, N = 4 ആണ്. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് A4 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് AN = A + N - 1 × D. നമുക്ക് A4 ആണ് വേണ്ടത്. A എന്ന് പറയുന്നത് എത്രയാണ്? A എന്ന് പറയുന്നത് നമ്മൾ 2 ആണെന്ന് എഴുതി. N എന്ന് പറയുന്നത് 4 ആണ്. D എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. D. അപ്പോൾ A4 എന്നത് 2 + 4 - 1 = 3 × 2. ഓക്കെ അല്ലേ? അപ്പോൾ 2 + 6 = 8. അപ്പോൾ നമ്മൾ ഈവൻ നമ്പേഴ്സ് എഴുതിയതിൽ
2 4 6 8 എഴുതിയിൽ നാലാമത്തെ ടേം 8 അല്ലേ, അതന്നെയല്ലേ നമുക്ക് എവിടെയും കിട്ടിയത്. അപ്പോൾ എത്രാമത്തെ ടേം, ഇപ്പോൾ 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് A10 കണ്ടാൽ മതി. 20ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A20 കണ്ടാൽ മതി. അപ്പോൾ AN ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ AN = A + n - 1 × D. അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1 3 5 7 ഓക്കെ അല്ലേ. അപ്പോൾ A എന്ന് പറയുന്നത് 1 ആണ്, D എന്ന് പറയുന്നത് 2 ആണ്, N = ഇവിടെ മൊത്തം N 4 ഉണ്ട്. നമുക്ക് 5ാമത്തെ പദമാണ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ N = എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. അപ്പോൾ A5 = A + 1 + n - 1 × D, that is 5 - 1 × D is 2 = 1 + 5 - 1 is 4 × 2, that's equal to 1 + 8 = 9. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 9 തന്നെയല്ലേ വരിക, അതാണ് 5th ടേം. അപ്പോൾ എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ ഇക്വേഷനാണ് AN = A + n - 1 × D. അപ്പോൾ അത് സെറ്റല്ലേ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 2 4 6 8 ഇതിൻ്റെ സം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, 2 + 4 + 6 + 8 എന്നല്ലേ. അപ്പോൾ 4 + 6 10 ആണ്, 2 + 8 10 ആണ്. അപ്പോൾ 10 + 10 = 20 ആണ് സം. ഇതന്നെ നമുക്കൊരു ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ 4 നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണതാണ് സുഖം. പക്ഷേ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആഡ് ചെയ്യണത് ബുദ്ധിമുട്ടായിട്ട് വരും. പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് SN. സമ്മിൻ്റെ S കേട്ടോ, SN എന്നാണ് നമ്പർ ഓഫ് ടേംസ്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള N = n/2 × 2A + n - 1 × D. എന്താ നമ്മുടെ ഇക്വേഷൻ, SN = n/2 × 2A + n - 1 × D. ഓരോ ബ്രാക്കറ്റും കൃത്യമായിട്ട് ഇടണം, അല്ലെങ്കിൽ വാല്യൂ തെറ്റിപ്പോവും. ഇനി നമുക്ക് സിമിലർ എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കാം. 2 4 6 8 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ സം എത്രയാണ് കിട്ടിയത്, നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് 20 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. SN ഇവിടെ n എത്രയാണ്, 4, 4 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ S4 ദെൻ n/2 പകരം നമുക്ക് 4/2 ഓക്കെ അല്ലേ. 4/2 × ഫസ്റ്റ് ടേം 2A ആണ്, അപ്പോൾ 2 × 2 പ്ലസ് പിന്നെ n - 1 × D. n എന്താണ്, 4 ആണ്, 4 - 1 3 × D എന്താണ്, 2 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ 2 അല്ലേ. എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയേ. 4/2 is 2, 2 × 2 is 4, 3 × 2 is 6 = 4 + 6 is 10, 10 × 2 is 20. ഇതന്നെയല്ലേ നമുക്ക് മുന്നേയും കിട്ടിയത്. അപ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷനാണ് SN = n/2 × 2A + n - 1 × D. അത്രയേ ഉള്ളൂ AP നമുക്ക് പഠിക്കാനുള്ള ബേസിക് സെറ്റായില്ലേ. ഇനി കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബാക്കിയും കൂടെ സെറ്റാവും. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട 2 ഇക്വേഷനുള്ളൂ. ഏതൊക്കെയാണ്, AN = nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ AN = A + n - 1 × D എന്നോർത്ത് വയ്ക്കുക. SN = n/2 × 2A + n - 1 × D. ഓക്കെ അല്ലേ, സെറ്റല്ലേ, അത്രയേ ഉള്ളൂ. ഇനി 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു AP നമ്മളിപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുക. അപ്പോൾ 2 4 6 8 ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ A1 A2 A3 A4 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം A ആക്കി എടുത്താൽ സെക്കൻഡ് ടേം കിട്ടാൻ, അതായത് A2 കിട്ടാൻ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് D ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ തേർഡ് ടേം കിട്ടാൻ, A3 കിട്ടാൻ നമ്മൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര D ആഡ് ചെയ്യണം, A3 എന്നത് സെക്കൻഡ് ടേമാണ്. അപ്പോൾ ഇവിടെ ഒരു D ഉണ്ട്, ഇവിടെ ഒരു D ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് 2D ആഡ് ചെയ്താലല്ലേ A3 കിട്ടുക. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആ ഇക്വേഷൻ AN = A + n - 1 × D എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ n 3 ആണ്, ഇവിടെ എന്താണ് 2 ആണ്, അതായത് n - 1 ആണ്. നമുക്ക് ജനറലായിട്ട് എഴുതാം AN = A + n - 1 × D. ക്ലിയർ ആയില്ലേ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അത്രയും ഓർത്തില്ലെങ്കിലും ജസ്റ്റ് ഇക്വേഷൻ മാത്രം AN = A + n - 1 × D, SN = n/2 × 2A + n - 1 × D എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കാം. അതായത് നമ്മൾ ചിലപ്പോൾ എത്ര ടേംസ് ഉണ്ട് ചോദിക്കും, നമ്മുടെ AN നമുക്ക് തരും, എന്നിട്ട് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.